ഹായ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടീവ് അല്ലാത്തൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് PSC പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആണ്. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക, നിങ്ങൾക്ക് മേ ബി അത് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഒന്ന് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ 15 പോയിന്റുകളാണ് ഞാൻ പറയുന്നത്. അതേപോലെ ലാസ്റ്റ് ഒരു പ്രോ ടിപ്പ് എന്നൊക്കെ പറയാവുന്ന പോലെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അത് കുറച്ചുകൂടെ നിങ്ങൾ എന്താ പറയുക, ഒരു ലാസ്റ്റ് ടിപ്പ് മനസ്സിലാക്കിയാൽ ഈ ബാക്കി പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ. ടിപ്സിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മെന്റൽ സ്ട്രെസ് അവർ അനുഭവിക്കുന്നുണ്ടായിരിക്കും, ഡീമോട്ടിവേറ്റഡ് ആവുന്നുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമുക്ക് ഒരു പരിധിക്കപ്പുറം നമ്മുടെ ചുറ്റുമുള്ള സിറ്റുവേഷൻസിനെ മാറ്റാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടേതായ രീതിയിൽ മാറുക. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം. നമുക്ക് മറ്റൊരാളെ ബ്ലെയിം ചെയ്ത് അല്ലെങ്കിൽ അവരങ്ങനെ ആയതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ ചിന്തിച്ചിരിക്കാൻ എളുപ്പമാണ്. പക്ഷെ അങ്ങനെ ചിന്തിച്ചിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇൻഎഫക്റ്റ് ഒരു വ്യത്യാസമോ ഒരു പ്രോഗ്രസ്സോ ഒന്നും ഉണ്ടാവുന്നില്ല. സോ ഏത് തരം സിറ്റുവേഷൻ ആണെങ്കിലും, ഏത് മോശം സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതെങ്കിലും, നിങ്ങൾക്ക് അതിൽ നിന്ന് ബെറ്റർ ആവാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നല്ല, നിങ്ങൾക്ക് ഇതിനോട് അല്ല ഇതിൽ നിന്നൊരു ഒരു എന്താ പറയുക, ഒരു റിലീഫിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൽ നിന്നൊന്ന് മാറി ചിന്തിക്കാൻ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു 15 ടിപ്സ് ആണ്. മേ ബി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും, എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു 15 കാര്യങ്ങളാണ് കേട്ടോ. അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ടിപ്പ് നമ്പർ 1 മൈക്രോസ്കോപ്പിക് സ്റ്റഡി മെത്തേഡാണ്. അതായത് വളരെ സ്ട്രെസ് ഉള്ള ദിവസങ്ങളിൽ നമ്മൾ വലിയ വലിയ ചാപ്റ്റേഴ്സോ വലിയ വലിയ ടോപ്പിക്കുകളോ എടുത്ത് പഠിക്കാൻ നിൽക്കരുത്. നമുക്ക് പലപ്പോഴും നമുക്ക് ഭയങ്കര ഒരു ബേൺ ഔട്ട് തോന്നുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. എൻ്റെ ജീവിതത്തിലും ഞാനിപ്പോൾ കോളേജിൽ വർക്കിംഗ് ആണ്, അതല്ലാതെ ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻസിൽ പഠിപ്പിക്കുന്നുണ്ട്. എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പഠിക്കാനുള്ള സമയം കിട്ടുന്നില്ല എങ്കിൽ പോലും ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒക്കെ കുറേ നാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ചില ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്സായിട്ടും ഭയങ്കര ബേൺ ഔട്ട് ആയിട്ടും തോന്നും. അപ്പോൾ ആ സമയം നമുക്ക് എല്ലാ ദിവസത്തെ പോലെ പ്രൊഡക്റ്റീവ് ആകണം എന്ന് ചിന്തിച്ചാൽ നടക്കില്ല. അപ്പോൾ ആ ദിവസത്തെ ഞാൻ കുറച്ചൊരു എന്താ പറയുക, ഒന്ന് ലൂസാക്കി വിടാറുണ്ട്. ചിലപ്പം ഒട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തപ്പോൾ ഞാനൊരു ഒരു ക്യുക്ക് നാപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ വെറുതെ ഒന്ന് കിടക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സ്ട്രെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ദിവസം നിങ്ങൾ വലിയ വലിയ ടോപ്പിക്കുകൾ പഠിക്കാൻ എടുക്കാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കുക. ഒരു 25-30 മിനിറ്റ് ഒക്കെ മാത്രം പഠിച്ച് കുറച്ച് സമയം ബ്രേക്ക് എടുത്ത് നിങ്ങൾ ആ ഒരു ദിവസം ഒരു മിനിമം ഒരു 1 അവർ ആണെങ്കിലും പഠിക്കാൻ പറ്റിയ അത് മതി. അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ കുറച്ചുകൂടെ സമയം പഠിക്കണം. ഞാൻ എല്ലാ ദിവസത്തെയും കാര്യമല്ല പറയുന്നത്, നമുക്ക് വളരെ സ്ട്രെസ് തോന്നുന്ന ദിവസത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ബ്രെയിനെ ഒരുപാട് ഓവർലോഡ് ആക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദെൻ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇത് ഏതൊരു സിറ്റുവേഷനിലുള്ള ആൾക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ക്രിയേറ്റ് യുവർ മിനി സ്റ്റഡി സ്പേസ്. അതായത് സ്റ്റഡി സ്പേസ് എന്ന് പറയുമ്പോൾ വലിയൊരു മുറി, ധാരാളം എന്താ പറയുക, വളരെ പഠിക്കാനുള്ള ഭയങ്കര എസ്തറ്റിക് ആയിട്ടുള്ള സെറ്റപ്പുകളൊക്കെ ഉള്ള ഒരു മുറി അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊരു ചെറിയ സ്പേസ് ഉണ്ടാവണം. അതായത് ആ ഒരു സ്പേസിൽ ഒരു ചെയറോ ഒരു ടേബിളോ കുറച്ച് നോട്ട്ബുക്സോ മാത്രം മതി. പക്ഷെ ആ ഒരു സ്പേസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മാത്രമാണ്. അവിടെ ഇരുന്ന് നിങ്ങൾ മറ്റൊരു കാര്യവും ചെയ്യാതെ പഠിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആക്കി അത് മാറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഒരു ടേബിളും ഒരു ചെയറും ഒക്കെ മതി. അപ്പൊ അങ്ങനെ എപ്പോഴും നിങ്ങൾക്കൊരു മിനി സ്റ്റഡി സ്പേസ് ഉണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊട്ട് പഠിക്കാൻ മൂഡില്ലാത്തൊരു ദിവസമാണെങ്കിൽ ആ സ്പേസ് കാണുമ്പോൾ നമുക്ക് ഓക്കെ, ഇത്രയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഞാൻ ഇവിടെ നിന്ന് നന്നായിട്ട് പഠിച്ചല്ലോ, അപ്പൊ ഇന്നും എനിക്ക് എന്തെങ്കിലും പഠിക്കണം എന്നുള്ള ഒരു തോട്ട് അവിടെ ഉണ്ടാക്കാൻ പറ്റണം. ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത്, ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള സമയം പഠിത്തത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക. അതായത് ഇപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അതേപോലെ മറ്റ് ബഹളങ്ങളും ഒക്കെ വീട്ടിൽ ഉള്ള ഇപ്പൊ TV ഒക്കെ കാണുന്നവരുണ്ടാവും. ചിലവരുടെ പേരൻസ് TV കാണും, അപ്പം ഭയങ്കര വോളിയത്തിൽ വെക്കുന്ന സമയത്ത് നമുക്ക്
നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു പരിധിക്കപ്പുറം നിങ്ങളിങ്ങനെ ട്യൂബ് വെക്കല്, അപ്പം അങ്ങനെയുള്ള പേരൻസ് ഉണ്ടാവും മക്കളെ പഠിക്കാൻ വേണ്ടിയിട്ട് അത് കംപ്ലീറ്റ്ലി മാറ്റുന്നവരാണ് കൂടുതൽ ആളുകൾ അങ്ങനെയാണ്. ഇനി അങ്ങനെ അല്ലാത്ത ആളുകൾ ചിലപ്പോൾ കാണും. അപ്പോൾ അവരെ നമുക്കൊരു പരിധിക്കപ്പുറം പറഞ്ഞ് ആ ടി വിയുടെ വോളിയം കുറയ്ക്കാനൊന്നും പറ്റില്ല. കാരണം നമ്മുടെ ഒരു PSC അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഒരു സ്റ്റഡി എന്ന് പറഞ്ഞാൽ 1, 2, 3 മാസങ്ങൾ നീണ്ടു നിൽക്കുന്നതല്ലല്ലോ. അത് ചിലപ്പോൾ കുറച്ച് സമയങ്ങൾ എടുക്കുന്ന ഒരു പ്രോസസ് ആണല്ലോ. അപ്പം ആ കാലം അത്രയും അവരോട് ടി വി കാണരുത് എന്നൊന്നും പറയാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ സ്വമനസാലെ തോന്നിയിട്ട് അതിന് വില്ലിങ് ആയിട്ട് ചെയ്യുന്നവർ ചെയ്യും. അല്ലാത്തവരോട് നമുക്കത് പറഞ്ഞ് വലിയൊരു ക്ലാഷിലേക്ക് പോവാതെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കുന്ന സമയം ഒന്നില്ലെങ്കിൽ ഏർലി മോർണിംഗ് ആക്കുക, അല്ലെങ്കിൽ ലേറ്റ് ആയിരിക്കുക. അതായത് ഒരു 4 to 6 AM ഒന്നില്ലെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ ഒരു 11 to 2 PM പഠിക്കുക. ദെൻ ടിപ്പ് നമ്പർ 4 എന്ന് പറയുന്നത് നോയിസ് ബ്ലോക്കിംഗ് ട്രിക്സ്. അതായത് ഇപ്പോൾ വീട് മുഴുവനും ഭയങ്കര ഒരു ശബ്ദങ്ങളും അതേപോലെ നമുക്ക് പഠിക്കാൻ പറ്റാത്ത ഭയങ്കര ഒരു കണ്ടീഷനിലാണ് ഒരു ദിവസം പോകുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഇയർ പ്ലഗ്സ് വെച്ചിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഫാനിന്റെ സൗണ്ട് ഉണ്ടല്ലോ, അപ്പം ചില മുറികളിലൊക്കെ ഫാൻ ഇടുമ്പോൾ ഭയങ്കര സൗണ്ടാണ്. അപ്പം നിങ്ങൾ ആ ഒരു ദിവസം ആ മുറിയിൽ പോയിട്ട് എന്തെങ്കിലും വായിക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങളെ വെളിയിലുള്ള സൗണ്ട് അത്ര അങ്ങോട്ട് അഫക്റ്റ് ചെയ്യില്ല. ദെൻ അതേപോലെ വളരെ ലോ ആയിട്ടുള്ള വോളിയത്തിൽ സ്റ്റഡി മ്യൂസിക്കുകൾ നമ്മുടെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി. കോൺസെൻട്രേഷൻ ടൈപ്പ് മ്യൂസിക്കുകൾ, നമ്മളെ കാമാക്കുന്ന മ്യൂസിക്കുകളൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ കുറേ സമയം വർക്കിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പം ഞാൻ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 2-3 hours ഇങ്ങനെ ഇരിപ്പിലിരിക്കേണ്ടി വരാറുണ്ട്. അപ്പൊ നമുക്കൊരു കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു എണീറ്റ് പോവാൻ നമുക്ക് തോന്നും. അപ്പൊ ഞാൻ ഇതേപോലെ മ്യൂസിക് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കോൺസെൻട്രേഷനെ കളയുന്ന രീതിയിലുള്ള ഭയങ്കര പാട്ട് ബഹളം അങ്ങനത്തെ മ്യൂസിക് അല്ല, വളരെ കാമായിട്ട് വളരെ ലൈറ്റ് മ്യൂസിക് വെക്കാം. സോ അതാണ് ടിപ്പ് നമ്പർ 4. ടിപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് ഇമോഷണൽ സ്ട്രെസ് ഹാൻഡ്ലിംഗ് ആണ്. അതായത് മുമ്പ് പല വ്ലോഗുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊരു ഡയറി ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര സ്ട്രെസ് വരുമ്പോഴോ ഭയങ്കരമായിട്ട് വിഷമം വരുമ്പോഴോ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ഭയങ്കര ഒരു വിഷമമുള്ള സമയത്ത് അത് ആരോടും പറയാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേരൻസുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡ് പാർട്ട്ണറുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഭാഗത്തായിരിക്കും അതിൻ്റെ ശരി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര വിഷമം തോന്നിട്ട് നിങ്ങൾ അത് ആരോടെങ്കിലും ചെന്ന് പറയും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളത് മറക്കും, പക്ഷെ ആ കേട്ട ആളത് മറക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വളരെ പ്രൈവസി അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളോട് പറയുന്നതാണ് നിങ്ങളുടെ ഒരു പീസ് ഓഫ് മൈൻഡ് നിങ്ങൾക്ക് അപ്പോഴാണ് കിട്ടുന്നതെങ്കിൽ ഓക്കെ. അതല്ല എങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നിങ്ങളൊരു ഡയറിയിൽ പോയിട്ട് എഴുതി വെക്കുക. നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അതൊരു ഡയറിയിൽ എഴുതി വെക്കുക. പിന്നെ അതേപോലെ തന്നെ മൈൻഡ് ഭയങ്കര ഹെവി ആയിട്ടിരുന്നാലും ആ ഒരു ദിവസം എന്തെങ്കിലും, അതായത് പുതിയ ടോപ്പിക് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട, ചെറുതായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. ഇന്നലെ പഠിച്ചത് എന്താണ് അതൊന്ന് റിവൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ മുമ്പ് നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് മൈക്രോ നോട്ടുകൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ മൈക്രോ നോട്ട്സിന്റെ ബുക്ക് എടുത്ത് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ ഭയങ്കര എഫോർട്ട് എടുത്ത് വായിക്കുമല്ലോ, നിങ്ങൾ ഭയങ്കര കാമായിട്ടിരുന്ന് വെറുതെ ഒന്ന് വായിച്ചു വിട്ടാൽ മതി. അപ്പോൾ എത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിലും പഠനവുമായിട്ട് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഒരു ടച്ച് ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു റിവിഷൻ എങ്കിലും ചെയ്യാൻ പറയുന്നത്. ടിപ്പ് നമ്പർ 6 എന്ന് പറയുന്നത്, ഇങ്ങനെ ഭയങ്കര നിങ്ങൾക്ക് വിഷമം തോന്നുന്ന ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള ഒരു ഡേയിൽ നിങ്ങൾ 5 മണിക്കൂർ പഠിക്കാമെന്നൊന്നും വിചാരിച്ചേക്കരുത്. ഒരു 1 or 2 hour, അതൊരു ക്വാളിറ്റി അവേഴ്സ് ആയിരിക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. സ്ട്രെസ് ഉള്ള ദിവസങ്ങളിൽ ഒത്തിരി പഠിക്കില്ല, വളരെ കുറച്ച് സമയം പഠിക്കുക. പഠിക്കുന്ന സമയം ബാക്കിയുള്ള മനസ്സിലെ എല്ലാ തോട്ട്സും മാറ്റി വെച്ചിട്ടിരുന്ന് പഠിക്കുക. ദെൻ 7ാമത്തെ ടിപ്പാണ് മൈക്രോ റിവിഷൻ സിസ്റ്റം. ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് സ്ട്രെസ് ഭയങ്കരമായിട്ടുള്ള സമയത്ത് നിങ്ങൾ ഫ്രഷ് ടോപ്പിക്കുകൾ എടുത്ത് പഠിക്കരുത്. മുമ്പ് പഠിച്ചതിന്റെ റിവിഷൻ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് MCQs പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതും ശരിക്കും പറഞ്ഞാൽ ഒരു വേ ഓഫ് സ്റ്റഡി തന്നെയാണ്, അല്ലെ, ഒരു പഠനം തന്നെയാണ് അവിടെയും നടക്കുന്നത്. അപ്പോൾ സ്ട്രെസ് ഉള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ അടുത്തതാണ് ബോഡി മൂവ്മെന്റ് മെത്തേഡ്. അതായത് നമുക്ക് സ്ട്രെസ് നമ്മുടെ മനസ്സിൽ വന്നാൽ ഫസ്റ്റ് നമുക്ക് വരുന്നത് തോട്ട്സിലാണ്, അല്ലെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ നിങ്ങളുടെ തോട്ട്സിനെ ഒബ്സർവ് ചെയ്യണം. ഈ നെഗറ്റീവ് തോട്ട്സ് ആണ് വന്നതെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ വെറുതെ ഇരിക്കും, ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമല്ലേ, ചിന്തിച്ച് നമുക്കൊരു വിഷമത്തിലേക്ക് പോകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡള്ളാവുമ്പോൾ, ഇനി ഒന്നും ചെയ്യാൻ തോന്നാതിരിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ
നമുക്കൊരു നെഗറ്റീവ് തോട്ടാണ് നമ്മൾ ചിന്തിച്ചു വെച്ചത്. നമ്മുടെ പാസ്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് അല്ലെങ്കിൽ പാസ്റ്റിൽ അങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇത് ഫസ്റ്റ് നമ്മുടെ മനസ്സിലാണ് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബ്രെയിനിലാണ് വരുന്നത്, ആ ഒരു തോട്ട് പ്രോസസ്സിലാണ് വരുന്നതെന്ന് പറയാം, എക്സാക്ട്ലി പറയുകയാണെങ്കിൽ. അത് നമ്മുടെ ബോഡിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഏകദേശം ഒരു 1-2 മിനിറ്റുകൾ എടുക്കും. അതായത് നമുക്ക് മൊത്തത്തിൽ ഒരു മടി തോന്നും, പിന്നെ എണീറ്റ് പോകാൻ തോന്നില്ല, എവിടെയെങ്കിലും കിടക്കാൻ തോന്നും, അങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്ട്രെസ് മനസ്സിൽ വന്നു അല്ലെങ്കിൽ തോട്ട്സിൽ ഇത് വന്നാൽ നമുക്ക് മനസ്സിലാവല്ലോ, നമ്മുടെ ഒരു മൂഡ് ചേഞ്ച് ആകുമ്പോൾ. അപ്പൊ തന്നെ നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ പെട്ടെന്ന് എണീറ്റ് വേറെ എന്തെങ്കിലും ചെയ്യുക. ഇപ്പോൾ ലൈക്ക് നിങ്ങൾക്ക് ഇപ്പം ചെടികളൊക്കെ ഇഷ്ടമാണെങ്കിൽ പോയി ജസ്റ്റ് ആ ചെടികളെയൊക്കെ പരിപാലിക്കുക. അതേപോലെ എന്തെങ്കിലും ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക, എന്തെങ്കിലും. അതായത് ആ ഒരു സ്ട്രെസ് നിങ്ങളുടെ ഫിസിക്കലി നിങ്ങളെ അഫക്റ്റ് ചെയ്യാൻ സമയം കൊടുക്കരുത്. അതിനു മുമ്പ് നിങ്ങൾ അവിടെ നിന്ന് സ്കിപ്പ് ആവുക. ഇത് ഭയങ്കര നല്ലൊരു മെത്തേഡായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഓവർ തിങ്കിങ് ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ അവിടെ ഇരുന്ന് ചിന്തിച്ചാണ് ഇങ്ങനെ ഒത്തിരി ഓവർ തിങ്ക് ചെയ്ത് പോയി അത് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും. പക്ഷെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ഒരു മൂഡ് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് മാറി നിൽക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി വ്യത്യാസം വരുന്നതാണ് കേട്ടോ. നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദെൻ 9ാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ടോക്കിംഗ് സോൺ. അതായത് വീട്ടിലാണെങ്കിലും മറ്റുള്ളവരുമായിട്ടാണെങ്കിലും എന്താണ്, ആർഗ്യുമെന്റ്സിന് നിങ്ങൾ നിൽക്കാതിരിക്കുക. ഞാൻ പണ്ടത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പണ്ടത്തെ കുറെ നാളുകൾക്ക് മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ ആർഗ്യുമെന്റ്സ്, അതായത് നമ്മൾ വിചാരിക്കും നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ജയിച്ചു, അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ് അവർക്ക് മനസ്സിലായി. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ഈ ഒരു ആർഗ്യുമെന്റ്സ് ഉണ്ടാക്കുന്ന സമയത്ത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പം മാക്സിമം അങ്ങനെയുള്ള ആർഗ്യുമെന്റ്സ് ഒഴിവാക്കുക. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അതായത് ഒരു പഠനത്തിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുവാണെങ്കിൽ, അങ്ങനെ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനോ അങ്ങനെ എൻ്റെ ഇമോഷണൽ ഫിസിക്കൽ എല്ലാ രീതിയിലുള്ള ഹെൽത്തും ഓക്കെ ആണെങ്കിൽ മാത്രമാണ് എനിക്ക് ആ ഒരു എക്സാം വളരെ ക്വിക്കായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ലെറ്റ് മീ കീപ് മൈ പീസ് എന്നുള്ള ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. എല്ലാ റിലേഷൻഷിപ്സും വേണം, പക്ഷെ ഒരു ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. ടിപ്പ് നമ്പർ 10 എന്ന് പറയുന്നത് അവോയ്ഡ് ഇമോഷണൽ ഡ്രെയിനേഴ്സ്. ഞാൻ എൻ്റെ കുറേ വീഡിയോസിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടല്ലേ. സ്ട്രെസ് ഡേയ്സിൽ മാത്രമല്ല, അതായത് നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ബന്ധുക്കളായിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നമുക്ക് പരിചയമുള്ള ആളുകളായിരിക്കും, ജസ്റ്റ് ഇഗ്നോർ ദം. അവരെ അങ്ങ് എന്താ പറയുക, അങ്ങ് കണ്ടില്ലെന്ന് നടിക്കുക. നിങ്ങൾക്ക് ആദ്യമൊക്കെ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അങ്ങ് ഒഴിവാക്കുക. കാരണം അവർ നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കാത്തവരാണ്, നമ്മളെ കൂടുതൽ നെഗറ്റീവിലേക്ക് കൊണ്ടുവരുന്നവരാണ്. പ്രത്യേകിച്ച് സ്ട്രെസ് ഉള്ള ഡേയ്സിൽ കുറേ വാട്സപ്പ് ഗ്രൂപ്പ്സ്, റിലേറ്റീവ്സിന്റെ നെഗറ്റിവിറ്റി, സോഷ്യൽ മീഡിയ കമ്പാരിസൺ, ഇതൊക്കെ നിങ്ങൾ പിന്നെയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഇത് കൂടുതൽ ഹെവി ആക്കുകയുള്ളൂ. സോ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ് ഉള്ള ദിവസമാണെങ്കിൽ നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് കാണുക, അതൊന്നും ചെയ്യണ്ട. വാട്സപ്പ് ഗ്രൂപ്പിൽ ആക്റ്റീവ് ആകണ്ട. ആ ഒരു ദിവസത്തെ നിങ്ങൾ കുറച്ചുകൂടെ ഒരു കാമായിട്ടൊന്ന് കൈകാര്യം ചെയ്യുക. ടിപ്പ് നമ്പർ 11 എന്ന് പറയുന്നത് സ്റ്റഡി യൂസിങ് റിവാർഡ് സിസ്റ്റം. അതായത് ബ്രെയിൻ എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് റിവാർഡ്സ്. അതായത് നിങ്ങൾ കുറേ സമയത്തേക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിചാരിക്കണം, ഈ പഠനം കഴിഞ്ഞ് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് കഴിക്കാം. മേ ബി ഒന്നില്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓർഡർ ചെയ്ത് കഴിക്കണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ്, അല്ലെങ്കിൽ മ്യൂസിക്, മൂവി, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. പക്ഷെ ഇതൊരു എന്താ പറയുക, ഒരു 2-3 അവേഴ്സിൻ്റെ ഒരു സ്റ്റഡി സെഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കണം നിങ്ങൾ ഈ ഒരു റിവാർഡ് സിസ്റ്റം വെക്കേണ്ടത്. ദെൻ ടിപ്പ് നമ്പർ 12 എന്ന് പറയുന്നത് അക്സെപ്റ്റ് ഇംപെർഫെക്റ്റ് ഡേയ്സ് എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം എടുത്താലേ, ഇപ്പൊ 30-31 ദിവസങ്ങളുള്ള ഒരു മാസം എടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവ്, ഭയങ്കര എനർജറ്റിക് ആയിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. പല രീതിയിലുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് എന്താ പറയാ, തളർന്നു പോകും. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഡേയ്സിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. പഠനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ദിവസത്തിൽ നിങ്ങൾക്ക് ഓക്കെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 2 മണിക്കൂർ പഠിക്കാൻ പറ്റിയില്ല, കുഴപ്പമില്ല, നിങ്ങളൊരു 20 മിനിറ്റ് റിവിഷൻ ചെയ്തോ, അത് മതി. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങളൊരു ക്ലാസ് ചെയ്തോ, അത് മതി. അതായത് ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് റിലാക്സേഷൻ എന്ന് പറയാം. അതായത് ഒരു 20 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു റിവിഷൻ ക്ലാസ് വെറുതെ കേട്ടെങ്കിൽ പോലും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും, ഓക്കെ ഇന്ന്
അത്രയും ഉള്ളൊരു മെന്റൽ സ്ട്രെസ്സിൽ ഞാൻ നിന്നിട്ടും ഞാനൊരു 20 മിനിറ്റ് എൻ്റെ പഠനത്തിന് വേണ്ടി മാറ്റി വെച്ചു. സോ ഞാൻ ആ കാര്യത്തിന് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ ഒരു പൊസിഷനിൽ എത്തും എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ഇംപെർഫെക്റ്റ് ഡേയ്സിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് 2-5-3 മണിക്കൂർ ഒന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 20 മിനിറ്റ്സ് എങ്കിലും റിവിഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ ടിപ്പ് നമ്പർ 13, സ്റ്റഡി പാർട്ണർ സിസ്റ്റം. ഞാൻ ആദ്യം കുറേ എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്തതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രിലിംസ് ഒക്കെ. അപ്പോൾ ആ സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇതേപോലെ എൻ്റെ വീട്ടിൽ വന്നിട്ട് നമ്മൾ കമ്പൈൻ സ്റ്റഡി ചെയ്യാമായിരുന്നു. അതേപോലെ എന്നും 1 hour നമ്മൾ നൈറ്റിൽ കോൾ ചെയ്തിട്ടുള്ള ഒരു കമ്പൈൻ സ്റ്റഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്ത ഒരു കാര്യം, അതായത് പലപ്പോഴും ഫ്രണ്ട്സ് തമ്മിൽ കോൾ ചെയ്യുമ്പോഴത്തേക്കും മറ്റ് സംസാരങ്ങളൊക്കെ സംസാരിച്ചിട്ട് നമ്മൾ പഠിക്കാൻ മറന്നു പോകാറുണ്ട്. അപ്പം ഞങ്ങൾ എപ്പോഴും വിചാരിച്ച ഒരു കാര്യം, നമ്മൾ കോൾ ചെയ്തിട്ട് ആദ്യത്തെ ഒരു 5 minutes, 1 hour ആണ് നമ്മുടെ ഒരു സ്റ്റഡി സെഷൻ. അപ്പോൾ ആദ്യത്തെ ഒരു 5 minutes നമ്മൾക്ക് അന്നത്തെ വിശേഷങ്ങളും എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് പറയും. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോ പേഴ്സണൽ കാര്യങ്ങളും പറയില്ല. പിന്നെ ഫുൾ ടൈം സ്റ്റഡി അങ്ങോട്ടും ഇങ്ങോട്ടും ആ പോയിന്റ്സ് പറഞ്ഞു വെക്കുക, നെക്സ്റ്റ് ഡേയിലുള്ള ടോപ്പിക് ഏതാണെന്ന് ഫിക്സ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരിക്കും. സോ ഇതേപോലെ നിങ്ങൾക്ക് വളരെ നിങ്ങളുടെ അതേ ഒരു വേവ് ലെന്തിലുള്ള ആളെ ആയിരിക്കണം നിങ്ങളുടെ ഒരു സ്റ്റഡി പാർട്ട്ണറായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് കേട്ടോ. അപ്പം അങ്ങനെ ഒരു സ്റ്റഡി പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷനിലും നിങ്ങൾക്ക് പഠിക്കാൻ തോന്നും. കാര്യം നിങ്ങൾക്ക് ഇച്ചിരി ഒരു മെന്റൽ സ്ട്രെസ്സിൽ നിൽക്കുവാണെങ്കിൽ ആ ആൾ വിളിച്ച് ഒന്ന് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഓക്കെ ആവും. 14ാമത്തെ പോയിന്റ് പോമഡോറോ ടെക്നിക്കാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതായത് 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, അങ്ങനെ 4 സൈക്കിൾ ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ വരും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ ഒരു ലോങ് ബ്രേക്ക് എടുക്കുക. അപ്പം നമ്മുടെ ഒരു മൈൻഡിൻ്റെ ഒരു ഓവർലോഡ് അങ്ങ് കുറയും. സോ അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഞാൻ പല ഇതിലും, ഇപ്പോൾ ചിലതിൽ ഞാൻ 2 മണിക്കൂർ പഠിക്കാൻ പറഞ്ഞു, ചിലതിൽ 30 മിനിറ്റ്സ് പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണ് കേട്ടോ. ഇതെല്ലാം നിങ്ങൾ ഏത് വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരു 20-25 മിനിറ്റ്സ് ഒക്കെ പഠിക്കാനിരുന്ന ആ ഒരു പഠിത്തത്തിൽ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് അങ്ങ് വരുമ്പോഴത്തേക്ക് പിന്നെ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള കണ്ടീഷൻസിനെ ഒക്കെ മറന്നിട്ട് നിങ്ങൾ ഇരുന്ന് പഠിക്കും. ദെൻ ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് 15th ടിപ്പ്, ഇമോഷണൽ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ പോലെ ജസ്റ്റ് കുറച്ചു നേരം സൈലന്റ് ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കാം. നെഗറ്റീവ് തോട്ട്സിനെ എഴുതി വെക്കുന്ന ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ ഒരു മെത്തേഡും ഉണ്ട്, ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ എന്ന് പറയും. അതായത് നമുക്കൊരു നെഗറ്റീവ് തോട്ട് വന്നാൽ, അല്ലെങ്കിൽ നമുക്കൊരു ആരുടെയും ദേഷ്യം തോന്നിയാൽ, നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ അത് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരോടുള്ള ദേഷ്യമോ അല്ലെങ്കിൽ നമുക്കുണ്ടായ ഒരു ഓവർ തിങ്കിങ് കൊണ്ടുണ്ടായ കുറേ നെഗറ്റീവ് തോട്ട്സ് ഒക്കെയാണ്, ആ പേപ്പർ എടുത്ത് കത്തിച്ച് കളയുക. ദെൻ അതല്ല, ഇപ്പോൾ നമ്മൾ ഇനി മുന്നോട്ട് ഒരു ദിവസം നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിലുള്ള ഒരു പ്രശ്നമാണെങ്കിൽ ആ പ്രശ്നം നിങ്ങൾ ആദ്യം എഴുതി വെക്കുക. ദെൻ കുറച്ച് സമയം കൊടുത്തിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും വന്ന് ആ ഡയറി ഒന്ന് തുറന്നു വെക്കുക. അപ്പോൾ ആ എഴുതിയ പ്രശ്നത്തിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടും. എനിക്ക് അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് 15 ടിപ്സ് നമുക്ക് പറയാനുള്ളത്. മനസ്സിന് ഭയങ്കര സ്ട്രെസ് തോന്നിയാലും എങ്ങനെ പഠിക്കാം എന്നുള്ളത്. ഇനി ലാസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പ്രോ ടിപ്പിനെ പറ്റിയാണ്. ഈ പ്രോ ടിപ്പിൽ ഞാൻ പറയാൻ പോകുന്ന സെന്റൻസ്, നിങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ നിങ്ങൾ ഒരു ഡേയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. അതായത് സിറ്റുവേഷൻ എങ്ങനെയായാലും ഞാൻ പഠിക്കും. അതായത് പല രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ടാവും അല്ലെ. ഇപ്പൊ സിറ്റുവേഷൻ പെർഫെക്റ്റ് ആയിട്ട് മാത്രമാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നതെങ്കിൽ എല്ലായ്പ്പോഴും ആ സിറ്റുവേഷൻസ് പെർഫെക്റ്റ് ആവണമെന്നില്ല. കാരണം നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ അത് നമ്മൾ എന്ന് പറയുന്ന ഒരാളെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ മാത്രമല്ല അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള പല ആളുകൾ ഉണ്ടായിരിക്കും. സോ അതിനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും, കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. സോ നിങ്ങൾ എപ്പോഴും മനസ്സിൽ പറഞ്ഞുകൊണ്ടെടുക്കുക, ഏത് സിറ്റുവേഷൻ ആയാലും ഞാൻ പഠിക്കും. ഇങ്ങനെയുള്ളൊരു തോട്ട് രാവിലെ തന്നെ, നിങ്ങളിപ്പോൾ അഫർമേഷൻസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, അതാണ് ഏറ്റവും എന്താ പറയുക ആപ്റ്റ് ആയിട്ടുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ രാവിലെ. ഇത് കുറച്ച് സമയം ഒരു 10-30 തവണ നിങ്ങളിങ്ങനെ സിറ്റുവേഷൻസ് എന്തായാലും ഞാൻ പഠിക്കും, ഏത് സിറ്റുവേഷൻസ് എൻ്റെ ജീവിതത്തിൽ വന്നാലും ഞാൻ പഠിക്കും, അങ്ങനെയുള്ള ഒരു തോട്ട് രാവിലെ തന്നെ മനസ്സിന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതേപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻസ് ആണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം തരുന്നത്. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്